കേന്ദ്ര ബജറ്റിലെ കേരളത്തിനെതിരായ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധ പരിപാടി നടത്താൻ സിപിഐഎം തീരുമാനം. ഈ മാസം 19 മുതൽ 25 വരെ കേരളത്തിലെ ഏരിയ ജില്ലാ അടിസ്ഥാനത്തിലാകും പ്രതിഷേധമെന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. സിപിഐഎം ജില്ലാ സമ്മേളനങ്ങൾ ഈ മാസം 11 പൂർത്തിയാകുമെന്നും സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ച് നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശ്രീജയുടെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ചേർന്ന സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി തന്നെ സമകാലീന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇതിൽ പ്രധാനം കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണന തന്നെയാണ്. അതിൽ ഏതായാലും കേരളത്തിന്റെ പേര് പോലും കേന്ദ്ര ബജറ്റിൽ പരാമർശിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര നിലപാട്, അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു വികാരം തന്നെയാണ് സെക്രട്ടേറിയറ്റിലും ഉയർന്നു വന്നത്. അതിൽ സിപിഐഎം സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം ആരംഭിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. 19 തീയതി മുതൽ 23 തീയതി വരെ കേരളത്തിലെ എല്ലാ ഏരിയ അടിസ്ഥാനത്തിലുള്ള ജാഥകൾ, കാൽനട ജാഥകൾ നടത്താൻ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. 25 തീയതി എല്ലാ ജില്ലാ കേന്ദ്രത്തിലെയും കേന്ദ്ര ഓഫീസുകൾ ഉപരോധിക്കുന്ന രീതിയിലുള്ള ഉപരോധ സമരം നടത്തണം എന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സിപിഐഎമ്മിന്റെ സമ്മേളനങ്ങൾ, അതായത് നാളെ തൃശൂർ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നു. 11 തീയതിയോടുകൂടി തൃശൂർ ജില്ലാ സമ്മേളനം പൂർത്തിയാകും. അതോടുകൂടി ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാവുകയാണ്. പിന്നീട് ഇനിയിപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലേക്ക് സിപിഐഎം കടക്കുകയാണ്. മാർച്ച് 6 മുതൽ 9 വരെയായി കൊല്ലം ജില്ലയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലത്ത് ഇതിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടികൾക്ക് തുടക്കമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് സംസ്ഥാന സെക്രട്ടറി അറിയിച്ചത്. മാർച്ച് 1 കയ്യൂരിൽ നിന്ന് സഖാവ് എം സ്വരാജ് നയിക്കുന്ന പതാക ജാഥ 1 പ്രയാണം ആരംഭിച്ച് 5 തീയതി വൈകുന്നേരം പതാക ഉയർത്തുന്നതിനു വേണ്ടി ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും. ദീപശിഖ ജാഥ വയലാറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പി.കെ. ബിജുവാണ് ജാഥ ലീഡർ. കൊടിമരം ശൂരനാട് രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നും സഖാവ് C.S. സുജാത ജാഥ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആശ്രമ മൈതാനത്തിൽ എത്തിച്ചേരും. മറ്റ് പൊതുവിഷയങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വന്ന ദില്ലി തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രധാനമായും BJP അധികാരത്തിൽ വരാൻ കാരണമായത് അത് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. കാരണം ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ അവിടെ രാജ്യ തലസ്ഥാനമാണ്. അപ്പോൾ AAPയുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് ഒരു മുന്നേറ്റം നടത്തുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾ കാരണമാണ് അത്തരത്തിലൊരു നീക്കം നടക്കാതെ പോയതും. ആ ഒരു സാഹചര്യത്തിലാണ്, കോൺഗ്രസിന്റെ ആനുകൂല്യത്തിലാണ് അവിടെ ഇപ്പോൾ കോൺഗ്രസാണ് ഇത്തരത്തിൽ BJPക്ക് വഴിയൊരുക്കിയത് എന്നതാണ് ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. BJPയെ അധികാരത്തിൽ എത്തിച്ചത് ആരാണ്? നിങ്ങൾക്ക് പറയാം ആരാ? ഒരേ ഒരാളാണ്. അതാരാ? കോൺഗ്രസ്സാണ്. ഇപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്ന കോൺഗ്രസിൻ്റെ തന്നെ നിലപാട് ഒരു ഭാഗത്ത്, അതുവഴി BJPക്ക് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം AAPയെ തോൽപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് BJP ജയിച്ചത്. BJP ജയിച്ചതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ്സാണ് എന്നർത്ഥം. സംസ്ഥാനത്ത് ഇപ്പോൾ വ്യാപകമായിരിക്കുന്ന CSR തട്ടിപ്പ് സംബന്ധിച്ചും അദ്ദേഹം പ്രതികരിച്ചു. അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് ഇതിൽ BJPക്കും കോൺഗ്രസിനും തുല്യ പങ്കുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും CPIMന് കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ സാധിക്കും. CPIMന്റെ ഒരു വ്യക്തിക്കും ഈ തട്ടിപ്പുമായി ബന്ധമില്ല. തട്ടിപ്പുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ളൊരു വിഷയം വരികയാണെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം CPIM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താൻ വ്യക്തമാക്കുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിനോ BJPക്കോ ഈ വിഷയത്തിൽ കഴിയുമോ എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഏതായാലും സമഗ്രമായി തന്നെ എല്ലാ വിഷയങ്ങളും പരിശോധിച്ച് തന്നെയാണ് ഇന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർത്തിയായത്. കേന്ദ്ര ബജറ്റിലെ കേരളത്തിനെതിരായ അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലാണ് CPIM. ശ്രീജയുടെ റിപ്പോർട്ടാണ് കണ്ടത്.